സീതേ, കുന്നുമ്മൽ വായനശാല തെരുനാടകത്തിൽ നിന്റെ കവിത മാധവജി പറഞ്ഞല്ലോ. ഓപ്പിലെ നാടകം എന്താ തന്നെ നാവിറങ്ങിപ്പോയോ? തന്റെ എഴുത്തും വിപ്ലവമൊക്കെ മടത്തിൽ തറവാടിന്റെ അടുക്കളയിൽ മതി. പല വട്ടം പറഞ്ഞതാ വായനശാല ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്. അടങ്ങി ഒതുങ്ങിയിരുന്നോണം. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. എല്ലാവരുടെ മുന്നിലും വെളിച്ചണ്ട്. ഞാനിപ്പോഴും വെളിച്ചം തപ്പി നടക്കുക. എണീക്ക് മക്കളെ, പോയി കിടന്ന്. എത്ര നേരായി? അമ്മേ, അമ്മ കിടന്നില്ലേ? നാളെ പൂരല്ലേ മോനെ? ആ, ഞാൻ ലൈറ്റ് കണ്ടു വന്നതാ. അമ്മ കിടന്നോളൂ. സേതു, നമ്മുടെ വീട്ടിൽ നിന്ന് ഈ മുറിക്ക് കുറെ ദൂരം ഉണ്ടല്ലേ? അമ്മ കിടന്നോളൂ. സീത, എന്റെ ഷേവിംഗ് ക്രീം കണ്ടോ? ഇല്ല സേതുവേട്ടാ.
അമ്മേ പത്രം. ഇത് ഞാൻ വായിക്കണ പത്രല്ലല്ലോ മോളെ. ഓ അമ്മ തൊഴിലാളികളുടെ പത്രല്ലേ വായിക്കൂ. ആ ആരാത്? മാളോ, കേറി വാ. കുട്ടികളൊന്നും നേരത്തെ പോയില്ലേ? അബുവിന്റെ ഓട്ടോയിൽ കണ്ടു. ആ ഓനാവുമ്പളേ നമുക്കൊരു സമാധാന. ആ അബു അമ്മ നമുക്ക് വിശ്വാസം, കുട്ടികളെ കളിക്കൊക്കെ കിട്ടും. സീതേ, മാളുത വന്നിരിക്കണു. സീതേ, ആ കളിപ്പാട്ടൊക്കെ വാങ്ങിയല്ലേ? മിടുക്കൻ. ഇന്ന് എന്താ സ്പെഷ്യല്? ലാഭമൊക്കെ എങ്ങനെ പോകും? ഇന്ന് പപ്പടാണ് സ്പെഷ്യല്. അല്ല, മാളു ആണല്ലേ നാടകത്തിൽ സീതയായിട്ട് അഭിനയിക്കണത്? പപ്പടം വിൽക്കണ സീത. മാളുവിന്റെ പേര് ജാനകി CP എന്നാണല്ലേ? കെട്ടിയോനെ ഒഴിവാക്കിയാലും പേര് മാറ്റണ്ടല്ലോ. അത് ശരി തന്നെ. എന്താ സീത, സീതാ സേതുരാമെന്ന് മാറ്റണോ? 2 പാക്കറ്റ് പപ്പടം തരൂ. പൈസ എടുത്ത് വരാട്ടോ. സീതേച്ചി, എന്താ പാല് അമ്മ ഏൽപ്പിച്ചതാ. കോളേജിൽ പോവാൻ നേരായേ, വൈകിട്ടേ പുരപ്പറമ്പ് കാണാം. ഞങ്ങള് വടക്കേത്തറയിലുണ്ടാവും ട്ടോ. ആ ഞാൻ അങ്ങോട്ട് വരാം. അല്ല ദേവടുത്തിയെ, നിങ്ങൾക്കൊരു പശുവിനെ വളർത്തിക്കൂടെ? ഇവിടെ പുല്ലും പറമ്പൊക്കെ ഉണ്ടല്ലോ. ഞാനുള്ളപ്പോ എന്തിനാ നീ വേറൊരു മാതാവ് ഇവിടെ? അത് ശരിയാ, കുറച്ച് വീടും കൂടി കയറാണ്ട്. നാടകത്തിന്റെ റിഹേഴ്സലും ഉണ്ടേ. ആ ശരി. അല്ല സീത, എന്തേ പറ്റി? കുറെ നേരമായാലും ശ്രദ്ധിക്കണം. എന്താ പ്രശ്നം? രാവിലെ ഒരു സംഭവം ഉണ്ടായി. സേതുവേട്ടാ ഇതാ കൊണ്ടുപോ അവിടുന്ന്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഈ വൃത്തിയിട്ട സാധനങ്ങളൊന്നും ഇതിനകത്ത് കൊണ്ടുവന്ന് വെക്കരുതെന്ന്. എന്നെ ഒരു വസ്തുവായി കാണുന്ന ആൾക്ക് ഇതും വൃത്തികേടായിട്ട് തോന്നും. എന്നോട് ന്യായം വെക്കുന്നോടി. വാ പോവാ. ഹലോ വാസുവാണേ. നീയാണോ? പറ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെ, നാട്ടിലുണ്ടോ ഇപ്പൊ നീ? പിന്നെ നീ എന്താ മീറ്റിന് വന്നില്ല? അയ്യോ സോറി, മീറ്റിന് വരാൻ പറ്റില്ലടാ. നിങ്ങളെല്ലാരും കൂടിയില്ലേ? അല്ല, നമുക്കൊന്ന് കൂടണ്ടാ. അയ്യോ നമ്മളിപ്പോ ഫാമിലി ഒക്കെ ആയിട്ട് ഇരിക്കില്ലേ, ഇച്ചിരി ഒതുങ്ങിയിരിക്കുക. അങ്ങനെ അല്ലടാ, നമുക്കൊന്നൊന്ന് കൂടിയാലോ? അയ്യോ ഇന്നോ? അയ്യോ നടക്കില്ല. തെക്കിനിയിൽ കൂടാടാ. തെക്കിനിലൊക്കെ ഒത്തിരി ആളുകളല്ലേടാ, പഴയ പോലെ ഒന്നല്ല. നല്ല തിരക്കല്ലേ? എന്നാ പിന്നെ നീ ഒരു സ്ഥലം കൂടാ. കാര്യം ചെയ്യ്, ഫാമിലി ഇന്ന് ഉത്സവത്തിന് പോകും. നമ്മുടെ അമ്പലത്തിൽ പൂരാണല്ലോ അല്ലെ? ഒരു കാര്യം ചെയ്യ്, നീ വിളിയോ? വീട്ടിലോ? ഓ വീട്ടിൽ വിടാം. വീട്ടിൽ വേണോടാ. പഴയ പോലെ ലോഡായിട്ടൊന്നും വന്നേക്കല്ലേ. എവിടെ ഇച്ചിരി പ്രാരാബ്ധക്കാരനാ. കുപ്പി നമ്മള് കൊണ്ടുവരലടാ. ബൈ. സാറിന് എല്ലാവരും അറിയുന്നോണ്ട് കമ്പനി വിടാൻ കുറച്ച് പ്രയാസല്ലേ? സാറേ, പ്രഭാഷണത്തിന് പോകുമ്പോ എന്നെ വിളിക്കണം കേട്ടോ. ഓട്ടം കിട്ടുമല്ലോ. തിരയും തുടിയും മിഴിവേറണ പൂരം കാവിൽ കാണാം, മനവും നിറയും മഴകേകണ പൂരം കാണാൻ വായോ. തിരയും തുടിയും മിഴിവേറണ പൂരം കാവിൽ കാണാം, മനവും നിറയും മഴകേകണ പൂരം.
അവിടെ ചെയ്യുന്നുണ്ട്. ആ രാത്രി കാണാം അംഗം. ശരി മാളു, രാത്രി ആ കാണാം. ശരി. ബലൂണൊക്കെ പൊട്ടിയില്ലേ? ഒക്കെ പൊട്ടി. ആ കുട്ടികൾ കുറെ നേരമായി നാടകം കാണാൻ പോവാൻ കാത്തിരിക്കും. അവിടെ എഴുന്നള്ളിപ്പ് നടന്നുകൊണ്ടിരിക്കാന്ന്, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഹലോ. ആ എടാ, നീ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടോ. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും നാടകത്തിന് പോകും. അതെ, കുറച്ച് നേരത്തേക്ക് എന്നെ വിളിക്കല്ലേ, ഞാൻ വിളിക്കാൻ വരാം. ഓക്കേ? ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കഥകൾക്ക് ശേഷം കുന്നുമ്മൽ നാടക സംഘം അവതരിപ്പിക്കുന്ന സീതായി ആരംഭിക്കുന്നതായിരുന്നു. സേതു, ആ നീ എന്നാ ഞങ്ങളെ നാടകത്തിന് കൊണ്ടേക്ക് പോന്നു. സീറ്റ് പിടിക്കാലോ. ആയിക്കോട്ടെ. സീത, നീ പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാനൊരു അമ്പലത്തിലാക്കിയിട്ട് വരാം. ആ പാട്ടൊന്ന് നിർത്തി പോവോ? നമ്മല്ലടിക്കാലോ, ഒട്ടിച്ചിട്ടടിക്കാലോ. സേതു, 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 വേഗം വന്നോ? അമ്പലോ. ഇത് പിടിക്കപ്പെട്ടപ്പോഴല്ലേ, ഇതിന്റെ മുന്നേ നടന്നില്ലെന്ന് ആര് കണ്ടു? സേതു രാത്രി ജനങ്ങളെ ഉദ്ധരിക്കാൻ അതൊന്നും ആയിരിക്കില്ല, വഴി തെറ്റിയതാവും. എന്തെല്ലാരും കൂടി രാത്രിയിൽ ആ കേറി നോക്ക്. അടുത്തൊരു ബെല്ലോട് നാടകം ആരംഭിക്കുന്നതാണ്. അതാണ് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനല്ല ഇയാള്. ഇതേതായാലേ സേതുവിന്റെ കമ്പനിയല്ല. സേതു ഒരു റോജാപ്പാക്കോലും കഴിക്കാറില്ല.
വിളിക്കടാ സീതയുടെ അച്ഛനെ. വിളിച്ചിട്ടുണ്ട്, വരുന്നുണ്ട്. ഇതേ മാന്യന്മാര് താമസിക്കുന്ന സ്ഥലമാണ്. ഇത്തരം ചെയ്തികളിവിടെ നടന്നാലേ ഞങ്ങൾ അന്തസ്സിന് കോട്ടം വെക്കും. മഹാരാജാവേ, കാട്ടിൽ അന്യപുരുഷനെ നമ്മുടെ രാജ്യ പാരമ്പര്യത്തിന് യശസ്സിനും പ്രൗഢിക്ക് കളങ്കമേൽ രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് വേണ്ടി മാതൃകയാകാൻ മഹാരാജാവ് സീതയെ കാട്ടിലേക്ക് തിരിച്ചയക്കും. എന്റെ അന്തരേന്ദ്രിയങ്ങളിൽ അങ്ങല്ലാതെ മറ്റാരുമില്ല. ഒരു പടു രാക്ഷസൻ എന്റെ മേനി കണ്ട് മോഹിച്ചത് എന്റെ കുറ്റമോ പ്രിയതമാ? മഹാരാജാവേ, സുമംഗലിയായ ദേവി കാട്ടിൽ ഒരു രാക്ഷസനൊപ്പം കഴിഞ്ഞത് രാജ്യത്തിന് അപമാനമാണ്. പ്രിയതമാ, എനിക്ക് ബോധ്യമുണ്ട് ഞാൻ പതിവ്രതയെന്ന്. ഞാൻ കാട്ടിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഉറക്കമില്ലാതെ ഒരുവിട്ട വാക്യമാണ് രാമ രാമ രാമായണം. അങ്ങാണ് എന്റെ എല്ലാം. ഞാൻ ഈ അഗ്നികുണ്ടത്തിൽ ചാടി അച്ഛൻ വന്നേ എന്ന് മാളുവായ സീത പറയില്ല. ഞാൻ പപ്പടം വിറ്റിട്ടാണെങ്കിലും ജീവിക്കും. ഇത് നാടകമാണ്. മാളു, നീ സീതയാണ്. സീത ഈ രാജ്യത്തിന്റെ സ്ത്രീയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ഒരു സ്ത്രീയെയും മക്കളെ കാണണം. കൂട്ടു നിൽക്കില്ല. അവർ ജീവിക്കട്ടെ. അല്പസമയത്തിന് ശേഷം വീണ്ടും ക്ഷണിക്കുക. കഥയറിയാതരികെ ഒരു എഴുതിരിയെറിയുന്നു. കനവുകളിൽ വെറുതെ ഒരു പാണിഴലുറയുന്നു. കഥയറിയാതരികെ ഒരു മെഴുതിരിയെറിയുന്നു. കനവുകളിൽ വെറുതെ ഒരു പാണിഴലുറയുന്നു. ചുരുളഴിയാതിരുളിൽ ഒരു പടുതിരിയെരിയുന്നു. മുഖമറിയാതൊടുവിൽ
വഴികൾ ഇരുളും കഥകൾ